കഴിഞ്ഞ വർഷം നമ്മൾ ലാസ്റ്റ് നടത്തിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ തന്നെ അമ്മച്ചിക്ക് വെച്ചു കൊടുത്ത വീടാണ് പോയിരിക്കുന്നത്. അമ്മച്ചി ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ അത് ഷാഫി പറമ്പിലൊക്കെ വന്ന വീടിൻ്റെ ഉദ്ഘാടനം ഏകദേശം 6-7 വർഷത്തെ പഴക്കമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പഠനോപകരണങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഈ യോഗത്തിൽ ആദ്യം അഭിസംബോധന ചെയ്ത് നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിലേക്കായിട്ട് കേരള പ്രവാസി അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സന്തോഷ് ചേട്ടനെ ആദ്യം ക്ഷണിക്കുക. ഗാന്ധി ദർശൻ യുവജനവേദിയുടെയും കേരള പ്രവാസി അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അക്ഷരസ്പർശം 2026 എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കള്ളിക്കാട് പഞ്ചായത്തിൽ കണ്ടംതിട്ട ആലുംപാറയിൽ വച്ചാണ് അക്ഷരസ്പർശം 2026 നടത്തിയത്. CSI കാരക്കോണം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം ഡോക്ടർ ആൻഡോ ജോർജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത്രയും ഒരു വലിയ പദ്ധതിയാണ്. ഇതിൽ എന്താ പറയുന്നത്, ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അനേകം വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പെർമിഷനോടെ 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെ ഇത്രയും കുഞ്ഞു മക്കളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം നമ്മളൊരു പദ്ധതി വിഭാവനം ചെയ്യുക, അത് നടപ്പിലാക്കുക, അതിൽ അടുത്ത തലമുറ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു പങ്ക് എത്രമാത്രമാണ് എന്നുള്ളത് കാണുമ്പോഴാണ് അത് തുടരുമോ, ഇത് എത്ര പേർക്ക് മാതൃകയാകുന്നു. അല്ലാതെ കുറച്ച് പ്രായമായവരും മാത്രം കൂടി നടത്തുന്ന യോഗങ്ങൾ ഒന്നും സമൂഹ നിർമ്മിതിയിൽ അത്ര വലിയൊരു പങ്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞു മക്കൾ ഇത് കാണുകയും നാളെ ഈ നാടിന് വേണ്ടി, നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ സംസ്ഥാനം ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ നമ്മുടെ പഞ്ചായത്ത് ലെവലിൽ തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ വലിയ മാതൃകകളായി നമ്മളിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കാളും വലിയ ആശയങ്ങളും വലിയ പദ്ധതികളും നാടിനും നാട്ടുകാർക്കും വേണ്ടി എത്തിക്കാൻ അവർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലം സ്വപ്നം കാണാനാണ്, ആ ഒരു ആഗ്രഹം പങ്കുവയ്ക്കാനാണ്. 1000 കുട്ടികൾക്ക് പഠനോപകരണം വീടുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയിൽ കേരള പ്രവാസി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കണ്ടംതിട്ട അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ യുവജനവേദി സംസ്ഥാന പ്രസിഡന്റ് അലക്സ് ജെയിംസ് പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് ബാഗുകൾ, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്കുകൾ എന്നിവ വീടുകളിൽ എത്തിച്ചു. പരിപാടിയിൽ SSLC+2 വിജയികളെയും മാധ്യമപ്രവർത്തനത്തിൽ ഡോക്ടറേറ്റ് നേടിയ നന്ദകുമാറിനെയും ആദരിച്ചു. ഗാന്ധി ദർശന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ കേരള പ്രവാസിയും ഒത്തൊരുമിച്ചിട്ടുള്ള ഈ ഒരു നല്ലൊരു തുടക്കത്തിന് എൻ്റെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞു കുഞ്ഞു മക്കൾക്കും അതുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എടുത്ത അലക്സ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു വല്ലാത്തൊരു, ഞാൻ വിചാരിച്ചു കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ സന്തോഷേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കോട്ടൂർ ഗീതാഞ്ജലി സെക്രട്ടറി ഡോക്ടർ ജയകുമാർ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മെമ്പർ കിരൺ, സുമേഷ് കോട്ടൂർ, ശോഭ രാജേഷ്, ഡോക്ടർ ഫെലിക്സ്, സുരേഷ് തേക്കമ്പാറ, ഷാജി പെരിങ്കടവിള, നടനും രചയിതാവും സംവിധായകനുമായ രമേശ് NGR, കേരള പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു.